നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ നമ്മളെ എല്ലാവരെയും വെഡ്ഡികളാക്കിയിട്ട് രാജുവും ഋതികയും ചേർന്ന് നടത്തുന്ന ഈ നാടകം നമുക്ക് അവസാനിപ്പിക്കാന്നേ. ചേച്ചി എന്താ ഈ പറയുന്നേ? അവര് കൊച്ചുകുട്ടികളല്ലേ, അവർക്കിപ്പോ ഒരു കുഞ്ഞു വേണം തോന്നിക്കാണില്ല. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും കാണില്ലേ? ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ അങ്ങനെയല്ലേ? നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞേ. രാജു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ ശരി സാറേ. ചെറിയമ്മേ, അപ്പു ഇവിടെ? അവിടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, ഹോസ്റ്റലിലാ. രാജു, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഏയ്, ഞങ്ങൾക്കൊന്നും വേണ്ട മാഡം. ഞാനിപ്പോ വരാമേ. ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാ യാമിനി? രാജുവിനോടും ഋതികയോടും ആ കാര്യം ഇന്ന് തന്നെ ചോദിക്കണോന്നൊക്കെ എന്നോട് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് യാമിനി അങ്ങ് പോയാൽ എങ്ങനെയാ? യാമിനിക്ക് എന്താ അവരോട് തുറന്നു ചോദിക്കാൻ പേടിയാ? ചേച്ചി പ്ലീസ്. ഇങ്ങനെ പേടിക്കേണ്ട നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. അവര് നമ്മളെ കുട്ടികളല്ലേ. യാമിനി ധൈര്യമായിട്ട് ചോദിക്കും. എന്താ ചെറിയമ്മ, എന്താ കാര്യം? എന്താടോ, എന്തു പറ്റി? ഒന്നും പറയണ്ട ശേഖര. രാജുവിനെയും ഹൃദയെയും കുറിച്ച് യാമിനിക്ക് വലിയൊരു പരാതിയുണ്ട്. എന്താ ചെറിയമ്മ? ഏയ് ഒന്നുമില്ല മോളെ. നിനക്ക് പറയാൻ മടിയാണെങ്കി ഞാൻ തന്നെ പറഞ്ഞേക്കാം യാമിനി. ഋതുമോളെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായില്ലേ? ഇത്രയും നാളായിട്ടും മോൾക്ക് വിശേഷമൊന്നും ആവാഞ്ഞിട്ടേ യാമിനിക്ക് നല്ല വിഷമമുണ്ട്. വിശേഷം? രാജു, വിശേഷം എന്ന് പറഞ്ഞ നിനക്കൊരു കുഞ്ഞുകാലം വേണ്ടേ? ആ കാര്യം അവർ ഉദ്ദേശിക്കുന്നേ. എന്താ രാജു? ഏയ് ഒന്നുമില്ല. യാമിനിയും അംബിക ചേച്ചിയും പറഞ്ഞതില് കാര്യമുണ്ട് കേട്ടോ. ഇതൊന്നും അങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല കേട്ടോ. അതെ, രണ്ടാളിലേയും കൂടെ പറയുന്നേ. എന്താ രാജു താനൊന്നും മിണ്ടാത്തത്? ശരി സാറേ, ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? അതിനിവിടെ എന്താ പ്രശ്നം? അതെ, നിങ്ങൾക്കുടനെ ഒരു കുഞ്ഞുണ്ടായ പ്രതാപന് അത് വലിയ സന്തോഷാവും. പറയാനുള്ളത് പറഞ്ഞപ്പോ നിനക്ക് സന്തോഷായില്ലേ യാമിനി? ഹലോ അച്ഛാ. രാജു, നീ എവിടെടാ? ഞാൻ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട് സാർ. ഏയ്, വേറൊന്നുമില്ലടാ മോനെ. നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ഋതിക മാഡത്തെ കുറിച്ചാ. ഋതിക മാഡത്തെ കുറിച്ചോ? ആ, എന്താ അച്ഛാ? അത് മോനെ പറയാം. മോനെ, ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം. അച്ഛൻ കാര്യം പറയും. എടാ, ഞാൻ ഋതിക മാഡം, അച്ഛാ ഒരു മിനിറ്റ്, സുകുമാരൻ സാറിന്റെ കോൾ വരുന്നുണ്ട്. ഹലോ സാർ. ഏയ് ഇല്ല, എന്ത് ബിസി. അവൻ കോള് കട്ട് ചെയ്തു. വേണുവേട്ടൻ വിഷമിക്കാതെ, നമുക്ക് സമാധാനത്തില് രാജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ, ഇവിടെ ഇലക്ഷൻ വർക്കിന് എല്ലാരും റെഡിയാണ്. ശേഖർ സാറിന്റെ കൂടെ ഉണ്ട്. അല്ലല്ല, ഇപ്പൊ വരാം. ശേഖർ സാറേ, സുകുമാരൻ സാറെ വിളിച്ച് നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയെന്ന്. നമുക്ക് ഇറങ്ങാം. ഏയ് നിക്ക് രാജു. ഋതുമോളെ, നീ ഇങ്ങനെ നാണിക്കുകയും പേടിക്കൊന്നും വേണ്ട. ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാ
അതൊരു പ്രത്യേക അനുഗ്രഹവും ഐശ്വര്യവാ. ദേ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട കേട്ടോ. എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങുക. രണ്ടാളും പോയ പോക്ക് കണ്ടില്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവർക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന് പറഞ്ഞപ്പോ രണ്ടാളുടെയും വെപ്രാളവും പരവേശവും ഒക്കെ നീ കണ്ടതല്ലേ? നീ ഒരു കാര്യം ചെയ്, നിനക്ക് ബോധ്യമായ കാര്യങ്ങള് നീ പ്രതാപനെ ഫോൺ ചെയ്ത് അറിയിക്ക്. അങ്ങനെ നമ്മളെ എല്ലാവരെയും വെഡ്ഡികളാക്കിയിട്ട് രാജുവും ഋതികയും ചേർന്ന് നടത്തുന്ന ഈ നാടകം നമുക്ക് അവസാനിപ്പിക്കാന്നേ. ചേച്ചി എന്താ ഈ പറയുന്നേ? അവര് കൊച്ചുകുട്ടികളല്ലേ, അവർക്കിപ്പോ ഒരു കുഞ്ഞു വേണം തോന്നിക്കാണില്ല. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും കാണില്ലേ? ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ അങ്ങനെയല്ലേ? വെറുതെ ചേച്ചിക്ക് തോന്നുന്ന ഓരോ സംശയത്തിനു വേണ്ടി പ്രതാപേട്ടനെ വിളിച്ച് രാജുവിനും ഹൃദയക്കും പ്രശ്നമാവുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. യാമിനി നിക്ക. ഇപ്പൊ നീ പൊയ്ക്കോ. നിന്നെ കൊണ്ട് തന്നെ, നിന്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ പ്രതാപനോട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കും യാമിനി. ഋതികമോള് വരുമോ വേണോട്ടാ? വരും. എന്താ അങ്ങളെ, എന്താ അത്യാവശ്യം കാണണോന്ന് പറഞ്ഞേ? മീര ആന്റി ഉണ്ടല്ലോ. എന്താ ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖമല്ലാതിരിക്കുന്നത്? ഋതിക മാഡം, രാജുവും ഋതിക മാഡവും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ലെന്ന സത്യം ഞാൻ മാഡത്തോട് പറയായിരുന്നു. അപ്പൊ മാഡം രാജുവിനോടും ഋതിക മാഡത്തോടും സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോ രാജു തിരക്കിലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഋതികയോട് വരാൻ പറഞ്ഞത്. എന്താ ഋതിക ഇത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? വിവാഹം കഴിച്ചു നുണ പറഞ്ഞ് രാജുവിന്റെ ഒപ്പം ഋതിക ജീവിക്കുന്ന തെറ്റല്ലേ? ആന്റി, ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോ അതിന് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോ എന്റെ മുന്നില് രാജുവിന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജു എന്നെ താലി കെട്ടിന്ന് ഞാൻ നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ മോളുടെ അച്ഛനറിഞ്ഞ എന്താ ഉണ്ടാവാന്നറിയില്ലേ? അറിയാം, ഒന്നും അച്ഛൻ അറിയാതിരിക്കാന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ രാജുവിന്റെ ഒപ്പമുള്ള ജീവിതം മുന്നോട്ട് തുടരാനാണ് ഋതിക ഉദ്ദേശിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.